ഹലോ, അപ്പൊ നമ്മുടെ ഒരു പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് വർക്കും കാര്യങ്ങളായിട്ട് വീഡിയോയും കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് എടുക്കാൻ പറ്റില്ല കേട്ടോ. ഭയങ്കര വർക്കക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോ എടുക്കുന്നത്. അപ്പൊ കാത്തോ ഇന്നാണെങ്കിൽ ആ ലാലമ്പിന്റെ അങ്ങേ തല വെച്ച് കുഞ്ഞിപ്പെണ്ണു നമ്മളെ കാത്തു ഇവിടെ പോയി എല്ലാവരെ കണ്ടാലും ചുരുക്കും വർത്താനം പറയാം, പ്ലേഗീസ് കൊടുക്കും, കൊടുക്കും. ഇവരൊന്നും ഒരു മടിയില്ലാത്ത എത്തി. പക്ഷെ ഇന്ന് ഞങ്ങളൊരു പരിപാടിക്ക് പോയി, കല്യാണത്തിന് പോയതാ. പക്ഷെ അവിടെ ഒരാളോട് ചെറിച്ചിട്ടില്ല, മിണ്ടിയിട്ടില്ല, ഉമ്മ കൊടുത്തിട്ടില്ല, പ്ലേഗീസ് കൊടുത്തില്ല, ആരോടും ഇല്ല. അല്ലെ, ഈ ഒരു മോന്തപിടുത്തം മാത്രം, വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പൊ നമ്മുടെ ആദ്യം തന്നെ വർക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോ എന്ന് വെച്ചാൽ ക്രിസ്മസ് കഴിഞ്ഞിന്റെ പിറ്റേ ദിവസം 26-ാം തീയതി വീഡിയോ ആണ്. കണ്ണൂർ വെച്ചിട്ടായിരുന്നു വർക്ക്. അതോട് നമ്മള് 26-ാം തീയതി പുലർച്ചെ 2 മണിയാകുമ്പോ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി. എന്റെ കണ്ണിപ്പോഴും കാണുന്നത്. കണ്ണൂർക്ക് പോയിണ്ടായിരുന്നു. കണ്ണൂര് പോയി വർക്കെല്ലാം കഴിഞ്ഞു. പിന്നെ നമ്മള് പാമ്പിന്റെ എന്താണ് അവിടേക്ക് പോയി. അതിന്റെ അവിടെ അമ്പലത്തിൽ പോകാന്ന് വെച്ചു. പക്ഷെ അവിടെ മുത്തപ്പില്ലെന്നത് ഉത്സവമായിട്ട് വേറെ സ്ഥലത്താ പറഞ്ഞു. നമ്മൾ അങ്ങനെ കേട്ടില്ല. അവിടെ പോയി കഴിഞ്ഞപ്പോൾ വലിയൊരു കയറ്റം. ഈശ്വര, കയറി ഞങ്ങൾ വൈകിയാതി. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീടെത്തിയത് 27-ാം തീയതി പുലർച്ചെ 3 മണിക്കാണ്. അതുവരയ്ക്ക് ബേബി ഉറങ്ങിയില്ല കേട്ടോ. 24-ാം തീയതി നമുക്ക് വർക്ക്, 24-ാം തീയതി 25-ാം തീയതി നമുക്ക് വർക്കുണ്ടായിരുന്നു. ഇതെല്ലാം 2 മണിക്ക് പോയി ഒരു 6 മണിയാകുമ്പോൾ എത്തിയത്. അതിൻ്റെ ശേഷം 1 മണിക്കൂർ 1.5 മണിക്കൂറാണ് ഭാഗം ഉറങ്ങിയത് രാത്രി എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം ഒരു 10 മിനിറ്റ് പോലും അവൻ കണ്ണടച്ചിട്ടില്ല കേട്ടാ. അവൻ്റെ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ പക്ഷേ ക്ഷീണോട് ഞാൻ ഉറങ്ങിപ്പോയിട്ടുണ്ട്. ഞാനും ഇതേപോലെ ഉറക്കമില്ലാത്താനും ഞാൻ ഉറങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷെ ബേബി ഉറങ്ങിയിട്ടേ ഇല്ല. ഇവിടെ എത്തിയതിന് ശേഷമാണ് ബേബി ഉറങ്ങുന്നത്. അതുകൊണ്ട് നമുക്ക് പിന്നെ 27-ാം തീയതി ഒരു വീഡിയോ എടുക്കൽ നടന്നിട്ടില്ല. ഫുള്ള് ഉറക്കമായിരുന്നു. ഉറങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പിന്നെ ഇന്ന് കല്യാണം ആയിരുന്നു 28-ാം തീയതി. അപ്പം അതിനുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ നേരെ കുന്നോളം പോയി. അതിൻ്റെ അടിമ കാത്തുമ്മയ്ക്ക് പനിച്ചു. അച്ഛന് വയ്യായിരുന്നു. കാത്തുമ്മയ്ക്ക് തലേദിവസം മഞ്ഞൊക്കെ കൊണ്ടതിൻ്റെ ചെറിയ പനി പനിച്ചു. അപ്പോൾ കാത്തുമ്മനെ ഡോക്ടറെ കാണിച്ചു. അപ്പനെ ഡോക്ടറെ കാണിക്കൽ മൊത്തം വിഷയമായിരുന്നു. ആ ഡോക്ടറെ കാണിച്ച് അയ്യോ ഫുൾ വിശേഷത്തിൽ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളെന്തായാലും ബാക്കിയുള്ള വീഡിയോസ് കണ്ടുവാ, എല്ലാവരും അടിച്ചു. അപ്പോൾ അതാ അങ്ങനെ നമ്മൾ കണ്ണൂർ ബ്രെയിനിൻ്റെ അടുത്ത് എത്തി. ഇത് ശരിക്കും ആൾ റിസപ്ഷൻ ലുക്കാണ് കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടൊരു റിസപ്ഷൻ ഇങ്ങനെ ഒരു മേക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതാ ആളെ ആദ്യം ഐ മേക്കപ്പാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ആൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു മേക്കപ്പിൻ്റെ ഇതിലൊക്കെ. അതേപോലെ തന്നെ ആൾ നമ്മളോട് സംസാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. ലാസ്റ്റ് അങ്ങോട്ടാണ് ഒരിക്കൽ ബേബിക്ക് മെസ്സേജ് അയക്കാൻ എന്തോ ചെയ്തിരുന്നത് വർക്കിൻ്റെ നമ്പറിലേക്ക്. അതിന് മുന്നേ ആളെ മാമായിരുന്നു നമ്മൾ ബുക്ക് ചെയ്തതും ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞത്. അപ്പോൾ ആൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ആദ്യം ആൾ കുറച്ച് സൈലൻ്റൊക്കെ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ വർക്കിൻ്റെ ഇടയിൽ സംസാരിച്ച് ആളും ഞങ്ങളൊക്കെ ഭയങ്കര കമ്പനി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളെ വെഡ്ഡിങ്ങിൽ ആൾക്കും ചെറിയ എന്തോ ഒരു മോശം അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ അതുകൊണ്ടായിരുന്നു നമ്മളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ വേണം, എനിക്ക് ഇങ്ങനെയാണെന്ന്. ഹെയർ സ്റ്റൈലെല്ലാം ആളിന് ഇഷ്ടത്തിനാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളും കണ്ടില്ലേ, ആൾ ശരിക്കും റിസപ്ഷൻ വരുന്നത് ഒരു വെഡ്ഡിങ് ലുക്കിൽ തന്നെയാണ്. കാരണം ആളുടെ വെഡ്ഡിങ് ഗുരുവായൂർ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ആളെ നാട്ടിൽ വെച്ച് നടത്തുന്ന റിസപ്ഷനിൽ ആരും ആളെ ഈ ഒരു ലുക്കിൽ കണ്ടിട്ടില്ല. അപ്പോൾ ആൾക്ക് ഈ ഒരു ലുക്ക് മതി എന്നായിരുന്നു ആളുടെ വീട്ടുകാരെ ഫുൾ ആഗ്രഹം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ലുക്ക്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ആൾക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ ലുക്കിലുള്ള മേക്കപ്പും സാരി കൊടുത്താൽ മുല്ലപ്പൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു ആളെ കാണാൻ. അപ്പോൾ അങ്ങനെ ആളെ മേക്കപ്പ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ വീടെത്തിയതിന് ശേഷം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു മേക്കപ്പൊക്കെ ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നിട്ട്. അപ്പോൾ നമ്മൾ ഹാപ്പി ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കണ്ണൂർ തന്നെയുള്ള എന്തോ പാമ്പിൻ്റെ ഒരു ഏരിയ എന്നാണ് പറഞ്ഞത്. എന്തോ പാമ്പിൻ്റെ സൂവോ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ നമ്മൾ പിന്നെ പോയത് അങ്ങോട്ടാട്ടോ. അപ്പോൾ അവിടെ പോയപ്പോൾ ആദ്യം ആൾ പാമ്പിൻ്റെ ഒന്നുമില്ല, അവിടെ മീനും പിന്നെ കുരങ്ങ അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു പാമ്പ് മാത്രമുള്ള സ്ഥലം, പാമ്പുകളുടെ ഏറ്റവും വലിയൊരു ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാമ്പിനെ പോലും കാണാനില്ലെന്ന് വെച്ച്. എനിക്കും അമ്മയ്ക്കൊക്കെ പേടിയുണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ അങ്ങോട്ട് പോയി പാമ്പിനെ കാണണമല്ലോ. അപ്പോൾ ഇങ്ങനെ പിന്നെ അവിടെ ഉണ്ടായതൊക്കെ കുഞ്ഞു പാമ്പാട്ടോ. ആകെ ഒരു 5-6 മാത്രമാണ് വലിയ പാമ്പുകളുണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊക്കെ കുഞ്ഞിതായിരുന്നു. അപ്പോൾ വലിയ ബിൽഡപ്പ് വന്നിട്ട് ഞങ്ങൾ കൊണ്ടുപോയതാണ് അവിടെ. ടോസൻ അവനൊരു നാണം കെട്ട പോലെ അല്ലേട്ടാ. പണ്ടവിടെ കുറേ പാമ്പുകളൊക്കെ ഉണ്ടായിരുന്നു അത്രേ. പക്ഷെ ഇപ്പം അങ്ങനെ ഒരുപാട് പാമ്പൊന്നുമില്ല കേട്ടോ. ഉള്ളതൊക്കെ ചിലതൊന്നും കണ്ണിൽ കാണില്ല, അത്രയും ചെറിയത് കുട്ടികൾ എന്തെങ്കിലും പാമ്പുകളൊക്കെ ആയിരുന്നു അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്.
പിന്നെ ഇഷ്ടം പോലെ മുതലകളുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ ഞാൻ മുതലേനെ കാണുന്നത്. പക്ഷെ അമ്മ പറയേണ്ടത് നീ മുന്നേ കണ്ടിട്ടുണ്ടെന്നൊക്കെ അമ്മ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഓർമ്മയിൽ ഉണ്ടായിരുന്നില്ല. എനിക്ക് മുതലേനെ കണ്ടപ്പോൾ ഒരു അത്ഭുതമൊക്കെ തോന്നി. ഞാൻ നോക്കിയിരുന്നു. ആദ്യം ഞാൻ വിശ്വസിച്ചാൽ അത് ബിമ്മാണോ, അനങ്ങണില്ലല്ലോ അത്. പിന്നെ വായൊക്കെ പൊളിച്ചിട്ട് അമ്മ കാണിച്ചത് കണ്ട ബിമ്മൊന്നല്ലെന്ന് പറഞ്ഞിട്ട്. അവിടെ ആകെ ഒരു 5-8 പാമ്പുകളുടെ ഏരിയകൾ ഇതിലായിരുന്നു കേട്ടോ. കുറേ പാമ്പുകൾ, ആ മേളിൽ കിടക്കുന്ന മൊത്തം പാമ്പുകളാണ്. ഇവിടെയായിരുന്നു കുറച്ചെങ്കിലും പാമ്പുകൾ ഉണ്ടായിരുന്നത്. ബാക്കി നമ്മളെന്താ പറയുക ഒക്കെ കുഞ്ഞു കുഞ്ഞു പാമ്പുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതിൽ കുറേ പാമ്പുണ്ടായിരുന്നു. എനിക്കിതൊക്കെ കാണുമ്പോൾ എന്തോ പോലെ തോന്നും. അങ്ങനെ നമ്മൾ അവിടെ നേരെ പറശ്ശിനിക്കടവ് പോകാമെന്ന് വെച്ചു. പക്ഷെ അവിടെയല്ല, ഇപ്പം മുത്തപ്പൻ അതൊരു ഉത്സവമായിട്ട് വേറൊരു സ്ഥലത്താണ് പറഞ്ഞു. നമ്മൾ പിന്നെ നേരെ അങ്ങോട്ട് പോയിട്ടോ. അവിടെ പോകുമ്പോൾ ഞങ്ങൾ വിചാരിച്ചില്ല ഇത്ര വലിയ സ്റ്റെപ്പും കയറ്റൊക്കെ ഉണ്ടെന്ന്. അവിടെ എത്തിയ കയറ്റൊക്കെ കയറി ഞങ്ങൾക്ക് ഈ വയ്യാതെയായിട്ട് ഈശ്വരാ. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ്, ഇതും ആദ്യമായിട്ടല്ല, പണ്ട് ഇതേലെ മുത്തപ്പൻ്റെ പറശ്ശിനിക്കടവ് പോയിട്ടുണ്ട്. അതൊന്നും എനിക്ക് ഓർമ്മയില്ല, ചെറിയ പ്രായത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു മുത്തപ്പനാണെന്ന്. പിന്നെ കണ്ണൂരത്തെ ഓരോ പരിപാടികളും പെബിയാണ് എന്നെ ഇങ്ങനെ ആഗ്രഹം തരിക. അവിടെ അങ്ങനെയാണ്, ഇവിടെ ഇങ്ങനെയാണ്, അവിടെ നല്ല രസമാണെന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ എനിക്ക് ബിൽഡപ്പ് വരാൻ തുടങ്ങിയതാണ്. അപ്പോൾ അവിടെ പോയിട്ട് എനിക്ക് കാണാനൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. അപ്പം അന്ന് അവൻ്റെ നാട്ടിൽ പോയി ഇപ്പോഴും എനിക്ക് അമ്പലത്തേക്കൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പാമ്പിലോടേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പ്രാവശ്യം പിന്നെ ഫാമിലി മൊത്തം ഉണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ പോയത്. കുണുക്കന് ഇതേപോലെ പാമ്പ്, പട്ടിപ്പൂച്ചൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ മുത്തപ്പൻ്റെ അനുഗ്രഹമൊക്കെ മേടിച്ചു. അമ്മയും എല്ലാവരും കയറി തൊഴുതുട്ട. അമ്മയ്ക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ പറശ്ശിനിക്കടവ് പോകണമെന്ന്. അതുകൊണ്ടാണ് നമുക്ക് കണ്ണൂർ വർക്ക് കിട്ടിയപ്പോൾ, ഞാൻ സാധാരണ വർക്കിന് പോകുമ്പോൾ എൻ്റെ ഫാമിലി ആയിട്ടല്ല പോകാറ്. കണ്ണൂർ വർക്ക് കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങളും പോരെ, നമുക്ക് പറശ്ശിനിക്കടവ് അമ്പലത്തിലെല്ലാം പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൊണ്ടുവന്നത്. ഞാൻ വർക്ക് ചെയ്യുന്ന ടൈമിൽ മൊത്തം ഒരു വണ്ടിയിലായിരുന്നു. ഒരു 2.5-3 മണിക്കൂർ ഒരു വണ്ടിയിൽ ഇരിക്കേണ്ടി വന്നെങ്കിലും ഞങ്ങൾ പറഞ്ഞു കേട്ടോ റൂം എടുത്ത് തരാമെന്ന് ഞാൻ വീട്ടുകാരോട് പറഞ്ഞു. പക്ഷെ അവർ പറഞ്ഞു എന്തിനാ റൂം എടുക്കണം, കുറച്ച് നേരത്തെ പരിപാടിയല്ലോ, ഞങ്ങൾ വണ്ടിയിൽ ഇരുന്നോളാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പുലർച്ചെ കുളിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് പോയത്. പിന്നെ ഒരു വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മൾ അങ്ങനെ മുത്തപ്പനൊക്കെ തൊഴുത് പിന്നെ അവിടെ അങ്ങനെ പരിപാടികൾ തുടങ്ങിയപ്പോൾ നമ്മൾ കാത്തുമ്പോൾ ഭയങ്കര ഡാൻസ് ആയിരുന്നു. കൊട്ടൊക്കെ കേട്ടപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചത് കണ്ടപ്പോൾ പേടിക്കുന്നു. ചിലവരൊക്കെ വീഡിയോയിൽ ഞാൻ കണ്ടിട്ട് ഞാൻ കാണുമ്പോൾ കുട്ടികൾക്ക് അറിയുന്നത് നമ്മളെ കാത്തുമ്പോഴേക്ക് അങ്ങനെ കരച്ചിലോ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കുണിക്കുമ്പോളായിരുന്നു പൈസ കൊടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ പേടിച്ച് നിന്നത് ആദ്യം. പിന്നെ അവൾക്ക് വലിയ വിഷയമൊന്നും ഉണ്ടായില്ല, കാത്തൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ശരിക്കും ഞങ്ങളെത്തുമ്പോഴേക്കും ഈ ഒരു പരിപാടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മുത്തപ്പൻ്റെ ഇതൊക്കെ ഊരാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം കൊണ്ട് ഞങ്ങൾക്കറിയില്ലായിരുന്നു ഇവിടെ ഇനിയും പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടെ പുലർച്ചെ 4 മണി വരെയ്ക്കും ഉണ്ട് ഇത്ര, നമുക്കറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കുറച്ച് നേരം കൊണ്ട് നിന്നിട്ട് ഒന്ന് കണ്ടേനെ. കാരണം നമ്മൾക്കിത് ആദ്യമായിട്ടല്ലേ കാണുന്നത്. അപ്പോൾ എന്തോ നല്ലൊരു കൗതുകമല്ലേ. അങ്ങനെ നമ്മൾ മുത്തപ്പൻ്റെ ഇതൊക്കെ കണ്ടു. എനിക്കറിയില്ലായിരുന്നുണ്ട് ഇത് കഴിയാൻ പോകുന്നൊക്കെ. പെബിയാണ് പറഞ്ഞത് എന്തൊക്കെയോ ഊരുമ്പോൾ അത് കഴിഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞു. ബേബി ഇങ്ങനെ ഒരുപാട് പേരുള്ള ഒരുപാട് പരിപാടികളും കാര്യവും പറയും. പിന്നെ അടുത്ത് അവൻ്റെ നാട്ടിൽ എന്തോ ഒരു പരിപാടി ഉണ്ട് ഇത്ര മുത്തപ്പൻ്റെ, അതാവുമ്പോൾ നാട്ടിൽ പോയിട്ട് കാണിച്ചു തരാം, ഉത്സവത്തിന് കൊണ്ടുപോകാമെന്നൊക്കെ അവൻ പറഞ്ഞിട്ടുണ്ട്. പോവുകയാണെങ്കിൽ അതും ഞാൻ വീഡിയോ എടുക്കണം, നല്ല രസമാണ്. എന്നെ പോലെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരും ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ എനിക്ക് മുത്തപ്പൻ എന്തോ ഇങ്ങനെ അനുഗ്രഹിക്കും പറഞ്ഞു. പക്ഷെ അതെനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഞാൻ കാത്തുനിങ്ങനെ അനുഗ്രഹം മേടിക്കാൻ ഇങ്ങനെ തൊട്ട് അനുഗ്രഹം മേടിക്കുന്നതിൻ്റെ ഇടയിൽ പറഞ്ഞൊന്നും ഞാൻ കേട്ടില്ല. അങ്ങനെ നമ്മൾ കാത്തുനിക്ക് മഞ്ഞ് കൊള്ളണ്ടല്ലോ എന്ന് വെച്ചാൽ എന്നും ചെയ്യാത്തൊരു പരിപാടിയാണ് തലേ ഷാളിടല്. അതൊക്കെ ഇട്ടിട്ട് ആൾക്ക് പനി വന്നത് എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ നമ്മൾ നേരെ താഴത്തേക്ക് ഇറങ്ങിയിട്ടാ. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മളവിടെ നിന്ന് മുത്തപ്പൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 27-ാം തീയതി ഫുൾ റെസ്റ്റ് ആയിരുന്നു. ഇതിപ്പോൾ 28-ാം തീയതിത്തെ വീഡിയോ ആണ്. 28-ാം തീയതി രാവിലെ ഞങ്ങൾ കല്യാണത്തിന് പോകേണ്ടി ഡ്രസ്സ് മാറാൻ നിൽക്കട്ടോ. അപ്പോൾ പുലർച്ചെ ഫുള്ളും കറണ്ട് പോയിട്ട് ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ 7 മണിക്ക് എഴുന്നേറ്റ് മേക്കപ്പ് എല്ലാം ചെയ്യണമെന്ന് വിചാരിച്ചാണ്. പക്ഷെ ഞങ്ങൾ എഴുന്നേൽക്കുമ്പോൾ 9:30 ഒരു 11 മണിയാകുമ്പോഴേക്കും കല്യാണത്തിന് ഇറങ്ങണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നമുക്കതുകൊണ്ടാണ് സംസാരിച്ചൊന്നും വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞ്. ഞങ്ങൾ വെറുതെ ചെറിയ ചെറിയ ഷോട്ട് എടുത്ത് വെച്ചെന്നുള്ളൂ. ആദ്യം മോയ്സ്ചറൈസർ നന്നായി ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു. കാരണം എൻ്റെ സ്കിൻ ഇപ്പോൾ നന്നായി ഡ്രൈ ആവുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് മോയ്സ്ചറൈസർ എനിക്ക് എപ്പോഴൊക്കെയാണ് ഫ്രീ ഇടുന്നത് അപ്പോഴൊക്കെ ഞാൻ മോയ്സ്ചറൈസർ നന്നായി ഫേസിൽ യൂസ് ചെയ്യും. അതേപോലെ എനിക്ക് ഈ ഒരു മോയ്സ്ചറൈസർ ഭയങ്കര ഇഷ്ടമായിട്ട്, എനിക്കും അതല്ല അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. എനിക്കിങ്ങനെ പ്രമോഷനിൽ വന്നിട്ടുണ്ടായതുകൊണ്ട് ഞാൻ അമ്മയ്ക്കൊക്കെ എടുത്തു കൊടുത്തു. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ മോയ്സ്ചറൈസർ നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫേസിലേക്ക്. അല്ലെങ്കിൽ നമ്മൾ ഈ മേക്കപ്പ് എല്ലാം ചെയ്ത് വരുമ്പോൾ നമ്മുടെ ഫേസ് ആകെ ഡ്രൈ ആയിരിക്കും.
അപ്പോൾ അതിന് മോയ്സ്ചറൈസറും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പുറത്ത് അമ്മയൊക്കെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി വരലും പോക്കൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അവരോട് സംസാരിക്കാനൊക്കെയാണ് ഞാൻ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏട്ടൻ ഇത് എനിക്ക് എഴുന്നേറ്റിട്ടില്ല. ഏട്ടൻ പറഞ്ഞു നിങ്ങൾ മേക്കപ്പ് ഒക്കെ കഴിയുന്നതോടുകൂടി എന്നെ വിളിച്ചാൽ മതി, എനിക്ക് കുറച്ച് നേരം ടൈം വേണ്ടോന്ന്. അപ്പോൾ ഏട്ടൻ എഴുന്നേറ്റില്ല, പക്ഷെ നമ്മൾ കാത്തും എഴുന്നേറ്റുണ്ട് കേട്ടോ. അവളെ കുളി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞു. ഇനി ഞാൻ ഇടാൻ പോകുന്നത് സ്ട്രോപ്പ് ക്രീം ആട്ടാ. ഇതൊക്കെ എൻ്റെ കയ്യിൽ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ചുമ്മിട്ടു എന്നുള്ളൂ. ഞാൻ സ്ഥിരമായിട്ട് എൻ്റെ ഒരു വെട്ടിങ്ങിന് മുമ്പ് ഇതൊക്കെ ഇടാറുണ്ടോ ചോദിച്ചാൽ മോയ്സ്ചറൈസർ എന്തായാലും ഇടും, സ്ട്രോപ്പ് ക്രീം ഒന്നും ഞാൻ ഇടാറില്ല. എൻ്റെ കയ്യിൽ എന്താണ് അപ്പം ഉണ്ടാവുക അതുകൊണ്ടൊക്കെയാണ് ഞാൻ മേക്കപ്പ് ചെയ്യാറ്. അപ്പം അതിൻ്റെ ഇടയിൽ അമ്മ എന്നിട്ട് എന്തോ എന്നോട് ചോദിക്കുന്നുണ്ട്. ചക്കമ്മേരെ ഒരു പട്ടുപാവാട ബ്ലൗസ് കാണാമല്ലേ, അത് എവിടെയും കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ പണ്ടൊക്കെ അലമാരിയിട്ട് എന്ത് എവിടെയായിരിക്കണമൊക്കെ അറിയായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്കറിയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. എൻ്റെ അലമാരി ഇവിടുത്തെ എൻ്റെ അലമാരിയിലടക്കം ഇവിടെ ഡ്രസ്സാണ്. അപ്പം ഞാൻ സാധാരണ ഇവിടെ ഒരു ഡ്രസ്സ് പിറ്റേ ദിവസം കഴുകിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതെടുത്തുകൊണ്ട് പോവും. ഇവിടെ ഒന്നും വെക്കാറില്ല, അതുകൊണ്ട് ഞാൻ അലമാരിയെ തുറക്കാറില്ല. ആകെ ഇവിടെ ഇരിക്കുന്ന എൻ്റെ സാരികളും ബ്ലൗസൊക്കെയാണ്. അത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാത്തതുകൊണ്ട് സാരി അമ്മയല്ലേ കൂടുതലും യൂസ് ചെയ്യുക. അപ്പം അമ്മയ്ക്ക് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ സാരികൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ബ്ലൗസ് ഞാനിവിടെ വെച്ചു സ്വാഭാവികമായിട്ട്. അപ്പം സ്ട്രോപ്പ് ക്രീം എല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ഫൗണ്ടേഷൻ ഇട്ടു. എനിക്ക് എൻ്റെ പേരറിയില്ല, ഇത് ഇവിടുത്തെ ഫൗണ്ടേഷനാണ് കേട്ടോ. അപ്പം അത് ഞാൻ ലൈറ്റായിട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഭയങ്കര കട്ടിയാട്ടോ. അപ്പോൾ ഞാനിത് കുറച്ചിട്ട് കൊടുക്കണുള്ളൂ ഫേസിലേക്ക്. നമ്മളെ ഫേസിൽ എന്തെങ്കിലും ചെറിയ പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോവും. പക്ഷെ എൻ്റെ ഫേസിൽ അങ്ങനെ പാടുകളില്ല കേട്ടോ, മുഖക്കുരു അങ്ങനെ പാടുകളൊന്നും ഇല്ല. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഐഡിയ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇട്ടത്. അപ്പോൾ അതിന് അമ്മയുടെ ഫൗണ്ടേഷൻ ഞാൻ കുറച്ചെടുത്ത് കൈകൊണ്ട് തന്നെ ഇട്ടത്. സ്പോഞ്ചോ കാര്യങ്ങളൊന്നും എടുക്കാൻ നിന്നില്ല, കാരണം നമുക്ക് ടൈമില്ല. എനിക്ക് വേഗം മേക്കപ്പ് ഉണ്ടാണ്. നമ്മൾക്ക് അകത്തുമേനെ എടുക്കാം. അവൾക്ക് പനി ഉള്ളതുകൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കര വാശിയാണ്. അവൾക്ക് മരുന്ന് കൊടുത്തതിൻ്റെ ഒരു ക്ഷീണത്തിൽ അവൾ അവിടെ ഇരിക്കുന്നതാണ്. 10 മിനിറ്റ് കഴിഞ്ഞാൽ അവൾ എൻ്റെ ഒക്കത്ത് കയറും. അപ്പോഴേക്കും എനിക്ക് അവളെ എടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഫൗണ്ടേഷൻ ഇട്ടത്. ഇത് കുറച്ച് ലിക്വിഡ് ടൈപ്പാണ് വരുന്നത്, നന്നായി ലിക്വിഡ് ടൈപ്പാണ്. അപ്പോൾ തീരെ കട്ടിയോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് ഞാൻ എടുത്ത് ഒന്നുകൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ ഫേസിലേക്ക്. നമുക്ക് വർക്കിൻ്റെ പ്രൊഡക്റ്റുകളാകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത്, പക്ഷെ എനിക്കതൊക്കെ തുടങ്ങും ഭയങ്കര പിശുക്കാട്ടോ. പിശുക്ക് മീൻസ് വർക്കിൻ്റെ സാധനങ്ങൾ വർക്കിനെ എന്നുള്ളൊരു മൈൻഡിലുള്ള ആളാണ്. പിന്നെ നമുക്ക് അത്രയും വേണ്ടപ്പെട്ട എൻ്റെ കല്യാണങ്ങളും കാര്യങ്ങളും വരുമ്പോൾ മാത്രമാണ് ഞാൻ എടുക്കാറുള്ളൂ. അല്ലെങ്കിൽ നോർമലായിട്ടൊരു മേക്കപ്പും കാര്യങ്ങളും പോകാനാണെങ്കിൽ നമ്മളെ കയ്യിലിരിക്കുന്ന പ്രൊഡക്റ്റുകൾ മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. ശരിക്കും എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമായിരിക്കും ഇങ്ങനെ ഒരു പിശുക്കത്തി. ശരിക്കും ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഒരുപാട് നല്ല നല്ല പ്രൊഡക്റ്റുകളും കാര്യം മേടിച്ച് അവർ തന്നെ യൂസ് ചെയ്യും. ഇങ്ങനെ നമുക്ക് വർക്കുള്ള സാധനം മേടിക്കുമ്പോൾ അത്യാവശ്യം ഓഫറിലും കാര്യം കിട്ടുമ്പോൾ മേടിക്കും. കാരണം എനിക്ക് കുറച്ച് ടെൻഷനാണ്, കാരണം നമ്മൾ ഡെയിലി യൂസിന് ഇത്രയും വലിയ റേറ്റിൻ്റെ പ്രോഡക്റ്റ് യൂസ് ചെയ്യേണ്ടത്, നമ്മൾ എപ്പോഴെങ്കിലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ അല്ലല്ലോ. അപ്പം ഞാൻ എൻ്റെ കൊക്കിൽ ഒതുങ്ങാവുന്ന ചെറിയ റേറ്റിൻ്റെ പ്രൊഡക്റ്റ് മാത്രമാണ് ഞാൻ മേടിക്കാറുള്ളൂ. മോയ്സ്ചറൈസറും കാര്യങ്ങളൊക്കെ എനിക്ക് പിന്നെ പ്രൊമോഷന് കിട്ടുന്നുണ്ട്, അതൊന്നും അങ്ങനെ മേടിക്കേണ്ടി വരാറുമില്ല. പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ പഴയത് കുറച്ച് നാൾ മുന്നത്തിരിക്കുന്ന ഐ ഷെയ്ഡ് ബോക്സിൽ നിന്ന് ചെറിയ ഷെയ്ഡ് ഒരു ബ്രൗൺ ഷെയ്ഡ് ഐ ഷെയ്ഡ് എടുത്തിട്ടു. ജസ്റ്റ് കണ്ണിൽ അല്ലെങ്കിൽ ഞാൻ ലിപ്സ്റ്റിക് കൊണ്ടാണ് ചെയ്യാറ്. ഈ പ്രാവശ്യം പിന്നെ അതുകൊണ്ട് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ല തോന്നുന്നു. എനിക്ക് ശരിക്കും കണ്ണാടയിൽ നോക്കാനോ ഭംഗിയുണ്ടോ നോക്കാനോ ഒന്നും എനിക്ക് ടൈം കിട്ടിയിട്ടില്ല, കാരണം അത്ര ഓട്ടപ്പാച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടേക്ക് ഒരു സോങ് കൊടുക്കാൻ, കാരണം നമ്മളെ കാത്തുമാട അലമ്പായി തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് വേഗം വീഡിയോ എഡിറ്റ് ചെയ്തിട്ടാണ് കാത്തുൻ്റെ അടുത്ത് പോകാൻ.
അപ്പോൾ അതാ കാത്തും അങ്ങനെ എൻ്റെ ഒക്കത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മേക്കപ്പ് ഏകദേശം കഴിഞ്ഞു. ബ്ലഷും കൂടി ഇട്ട് കൊടുത്തു. ലിപ്സ്റ്റിക്ക്, പൊട്ട്, കുങ്കുമം ഇതുകൂടി കഴിഞ്ഞാൽ എൻ്റെ മേക്കപ്പ് കഴിഞ്ഞു. പിന്നെ എൻ്റെ മെയിൻ പരിപാടി സാരി ഉടുക്കുക എന്നുള്ളൊരു ഗുസ്തിയാണ്. കാരണം കാത്തും ഒക്കത്ത് നിന്ന് ഇറങ്ങാൻ എളുപ്പമല്ല. ഞാൻ ലിപ്സ്റ്റിക്ക് ഇടുക കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ കാത്തും ഇതുമ്പോൾ പിടിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് മാറ്റി പിടിച്ചിട്ട്. കാരണം അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ. എന്നിട്ട് തന്നെ ഞാൻ സാരി ഉടുക്കണ നേരത്തിൻ്റെ ഉള്ളിൽ അവൾ ലിപ്സ്റ്റിക് അവിടെ ഇരിക്കുന്നുണ്ട്. മൂടിയൊക്കെ തുറന്ന് അവൾ കാലുമൊക്കെ തേച്ച് വെച്ചു കേട്ടോ. അവൾക്ക് എൻ്റെ മൂടി തുറക്കുന്ന നന്നായിട്ട് അറിയാം. അവളുടെ കാലുമയും കൈമൊക്കെ തേച്ച് വെച്ചിട്ട് ഞാൻ അവസാനം ക്രീമൊക്കെ ഇട്ട് തുടച്ച് കളിയായിരുന്നു. അതാണ് എൻ്റെ മെയിൻ പരിപാടി. എൻ്റെ കണ്ണ് തെറ്റി അവളൊപ്പം മേത്ത് വരച്ച് വയ്ക്കും. കണ്ട അവൾ ഊരാൻ വേണ്ടി ശ്രമിക്കണണ്ട. അപ്പം ഞാൻ ഇന്ന് കൊടുക്കുന്നത് ഈ റെഡും ബ്ലാക്കും സാരി ആട്ടാ. കാരണം പെബിയും ബ്ലാക്ക് ഷർട്ടാണ് ഇടുന്നത്. ഞാനോട് കുർത്ത വല്ല ഇട്ടോളം പറഞ്ഞു. പക്ഷെ അവൻ പറഞ്ഞു വേണ്ട, എനിക്ക് ഷർട്ട് മതി, ഞാൻ ഇത്ര ഓവറായിട്ട് മേക്കും ഡ്രസ്സ് ചെയ്യണില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അവന് തീരെ വൈകിയായിരുന്നു. അപ്പം അവന് പ്രാന്ത് പിടിച്ചിട്ടാണ് അവൻ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവൻ പറഞ്ഞു ഷർട്ട് ഇടണുള്ളൂ, ജുബിയൊന്നും വേണ്ട പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ തലേദിവസം പോയിട്ട് അവനങ്ങനെ ഷർട്ടൊന്നും ഞാൻ ഇടിക്കത്താനും മുണ്ടിന് വെച്ച് ഷർട്ട് ഉണ്ടായിരുന്നില്ല. എൻ്റെ ഒരു ബ്ലാക്ക് ഷർട്ട് എടുത്തു. അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഞാൻ ബ്ലാക്ക് സാരി എടുക്കണുള്ളൂ എന്ന്. അങ്ങനെ ഞാൻ ബ്ലാക്കും സാരി എടുത്തു. പിന്നെ അമ്മ ഷോപ്പത്തെ ഓർണമെൻറ്റ്സ് ആട്ടോ അത് ഞാൻ സിമ്പിളായിട്ടുള്ള മാത്രമേ ഞാൻ എടുക്കണുള്ളൂ. കാരണം സിമ്പിളായി പോയെന്ന് വെച്ചാൽ ഒരുപാട് ഹെവി മാലോ കാര്യങ്ങളോ ഒന്നും ഇടുന്നില്ല കേട്ടോ. ഇതിനും സിമ്പിളായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അമ്മ ഷോപ്പിൽ നിന്ന് എടുത്തു കൊടുത്ത് മൊത്തം ഹെവി ആയിരുന്നു. അതിൽ ഏതാണോ സിമ്പിൾ അത് നോക്കി ഞാൻ സെലക്ട് ചെയ്തെടുത്തു. ഇതിൻ്റെ ശേഷം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം നേരം മേടിക്കണ്ടായിരുന്നു. പിന്നെ നമ്മൾ കല്യാണത്തിൻ്റെ അവിടെ എത്തിയതിൻ്റെ ശേഷമാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ കാത്തും വേണ്ട, കാത്തും കസാരം ഇരുന്ന് കളിക്കണം. അവൾ ചെരുപ്പിട്ടുള്ളതുകൊണ്ട് തന്നെ ഇതുമ്മൊന്ന് നിരങ്ങുന്നുണ്ടായിരുന്നു. അവൾ നിൽക്കുമ്പോൾ ഇങ്ങനെ നിരങ്ങിപ്പോയിരുന്നു. ആ പേടിച്ചിട്ടാണ് ഞാൻ അവളെ മേത്ത് കൈവച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവൾ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. ഓരോ കസാരയ്ക്ക് അപ്പുറത്തേക്ക് നടക്കാൻ തുടങ്ങി. പക്ഷെ മുഖത്തൊരു തരി ചെറിയില്ല കേട്ടോ. അവളിങ്ങനെ കിടന്ന് കളിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും അവളെ മുഖം നോക്കിക്കോ ഒരു ചെറി പോലും ഇല്ല. സാധാരണ എന്തോ ഒരു നന്നായി ചിരിക്കണ കുട്ടിയാണെന്ന് പറയാം എൻ്റെ മോള്. എനിക്കിഷ്ടമാണ് എല്ലാവരോടും ചിരിക്കണ ഒരു ആൾ. കാരണം എല്ലാവരും കാണുമ്പോഴേക്കും ഇങ്ങനെ പെട്ടെന്ന് വാശി പിടിക്കുക കേട്ടോ ഇഷ്ടം. എല്ലാവരോടും നല്ല ചിരിച്ച മുഖത്തോടെ അവൾ അപ്പയെ പോലെ ഇരിക്കുന്നതാണ് ഇഷ്ടം. അവളപ്പം എല്ലാവരോടും ചിരിക്കും. അവളങ്ങനെയാണ്. പക്ഷെ ഇന്ന് അവളങ്ങനെയായിരുന്നില്ല. അങ്ങനെ അവൾ വീടുണ്ടല്ലോ എന്ന് വെച്ചാൽ അവളെ വേഗം എടുത്തു. എന്നിട്ട് നമ്മൾ നേരെ സദ്യ കഴിക്കേണ്ടി വന്നിരുന്നു കേട്ടോ. അപ്പോൾ അവൾ കായ വറുത്തു. ഒറ്റയടിക്ക് ഇത് കടിക്കാൻ പറ്റില്ലല്ലോ വെച്ച് ഞാൻ ഇങ്ങനെ കടിച്ചിങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവൾ വെള്ളം കുടിച്ചാൽ മേത്തി കുറച്ച് വെള്ളമൊക്കെ കളഞ്ഞിട്ടൊക്കെ ഉണ്ട്. അതാളെ സ്ഥിരം പരിപാടി കേട്ടോ. അപ്പം അമ്മയൊക്കെ അപ്പുറത്തിരുന്നിട്ട് വല്യമ്മോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രാവശ്യം കല്യാണത്തിന് വല്യമ്മയും വല്യമ്മയുടെ മക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മക്കളുടെ കൂട്ടത്തിലും അമ്മ വല്യമ്മയുടെ കൂട്ടത്തിലായിരുന്നു. അതുകൊണ്ട് ഒരുമിച്ചുള്ള വീഡിയോസ് വളരെ കുറവാണ്. അപ്പം അങ്ങനെ എന്താ നമ്മളെ ചോറും കറികളൊക്കെ വന്നു. അപ്പോൾ കാത്തുമ്മ ആദ്യമൊക്കെ പപ്പടം മാത്രമായിരുന്നു കാത്തുമ്മ എടുത്ത് കഴിച്ചിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ചോറ് വായിൽ വെച്ചെടുത്തു. പിന്നെ അവൾ പുളിയിഞ്ചി കണ്ടെത്തിയപ്പോൾ അവൾ പുളിയിഞ്ചിയും ചോറും പപ്പടം കൂടി കുഴച്ച് കഴിച്ചായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ സാധാരണ ഇപ്പോൾ കുറച്ച് ആളായിട്ട് എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല. ഞാൻ അവൾക്ക് വായിൽ വെച്ചെടുത്തിരിക്കും എല്ലാവരും എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ മതിയാക്കാറാണ് പതിവ്. പക്ഷേ ഈ പ്രാവശ്യം അവൾ ഒറ്റ കഴിക്കാനും എനിക്ക് നന്നായി ഫുഡ് കഴിക്കാൻ പറ്റി. ഞാൻ ആസ്വദിച്ചിരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അവളെ വയറിന്നറിയാം അവളും കഴിച്ചു. പുളിയിഞ്ചി കൂട്ടിയിട്ട് അവൾ കഴിച്ചു കുണുക്കൻ്റെ എന്തി. പിന്നെ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു വന്നതിന് ശേഷം എൻ്റെ വല്യമ്മേൻ്റെ മോളുടെ കുട്ടീൻ്റെ അടുത്ത് തുമ്പി. അപ്പോൾ അവളെ തൊട്ട് കളിച്ചുകൊണ്ടിരിക്കണം. അവൾക്ക് ഭയങ്കര ഇഷ്ടത്തിൽ അവൾ വെള്ളം തൊടാനൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇവൾക്ക് വയ്യാതെ തന്നെ ഇവൾ ചിരിക്കണമൊന്നുമില്ല കേട്ടോ. പിന്നെ അപ്പനും മോളും വീഡിയോ എടുത്തരാന്ന് പറഞ്ഞ് നിർത്തിയാണ്. പിന്നെ അവൾ ആകെ പോയത് എൻ്റെയും ബേബിയുടെ അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്ത് മാത്രം. ഞങ്ങൾ 4 അടുത്തും മാത്രമേ അവൾ പോയെന്നുള്ളൂ. എൻ്റെ കൈ കടഞ്ഞപ്പോൾ ഞാൻ ബേബിയുടെ അടുത്ത്, ബേബിയുടെ കൈ കടഞ്ഞപ്പോൾ അമ്മയിൽ കൊടുത്തു. അപ്പോൾ അങ്ങനെ പിന്നെ ഇതാട്ടോ വല്യമ്മ. വല്യമ്മയും വലിയച്ഛനാണ്. അപ്പോൾ ഇവരെ 4 ആളും കൂടി ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തതാണ്. അപ്പോൾ അങ്ങനെ നമ്മളെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞു. നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നിട്ടോ. കാരണം വല്യമ്മയൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ വേഗം തന്നെ പോന്നു. ഏകദേശം പെൺകുട്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇറങ്ങിയതിൻ്റെ ശേഷമാണ് നമ്മൾ പോകുന്നത്. എനിക്ക് വർക്കിനുള്ള സാരിയും കൊണ്ട് നാളത്തെ വർക്കിൻ്റെ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വേഗം തന്നെ അവിടെ പോന്നു. കണ്ടില്ലേ? അങ്ങനെ ഡോക്ടറെ കാണിച്ച ആ ക്ഷീണത്തിലാണ് നമ്മളെ കല്യാണത്തിന് അന്ന് മൊത്തം. കാത്തു പിന്നെ കളിക്കുന്നുണ്ട്. പക്ഷെ ആരോടും ചിരിക്കണമെന്നില്ല കേട്ടോ. അവിടെ പോയി ചോറുണ്ടു. കുട്ടി പുളിയിഞ്ചി പപ്പടം കുട്ടി. ഒറ്റയ്ക്ക് മാമുണ്ടല്ലേ? ഒറ്റയ്ക്കല്ലേ മാമുണ്ട്? മാമക്കൊണ്ടു അങ്ങനെ ആ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് അടുത്ത വർക്കിന് പോവാൻ വേണ്ടിട്ട് നിക്കാണ്. അപ്പൊ വൈകിട്ട് 6 മണിയായിട്ട് ഞങ്ങള് കല്യാണം കഴിഞ്ഞ് വന്ന് സദ്യ കഴിച്ചതിന് ക്ഷീണത്തിൽ അങ്ങനെ കിടന്നുറങ്ങി.
പിന്നെ എഴുന്നേറ്റ് നമുക്ക് വീട്ടിൽ പോയി കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണം. നമ്മൾ ഡ്രസ്സ് എടുത്തിട്ടും കേട്ടോ ഞാൻ വരും കേട്ടോ, വേറെ ഒന്നുമില്ല. കാത്തുവനെ വീട്ടിലാക്കിയിട്ടാണ് ഞാൻ പിടിക്കുന്നത്, കൈ എനിക്കണ്ട, വീട്ടിലാക്കിയിട്ടാണ് നമ്മൾ വർക്കിന് പോകുന്നത്. അപ്പം അങ്ങനെ പോകുമ്പോൾ നമ്മൾ അവിടെ പോയി അവിടെ നിന്ന് വരികയാണെങ്കിൽ 2 മണി നേരത്തൊക്കെ അവളെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേപ്പിച്ച് ഇവിടെ കൊണ്ടാക്കണം. പിന്നെ അവൾ ഉറങ്ങിയില്ല. പിന്നെ ഇവിടെ എല്ലാവരും നട്ടപ്പാതിരക്കും എന്തായാലും ഇവിടെ ഉറക്കി കിടക്കുന്ന പിന്നെ ഒരു 10 മിനിറ്റിൽ ഉറങ്ങുമല്ലോ. അതുകൊണ്ട് ഇവിടെ ഉറക്കിയിട്ടാണ് നമ്മൾ. അതുപോലെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇനി ജനുവരിയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. അപ്പോൾ ഇതുവരെയുള്ള വർക്കും കാര്യങ്ങളും ബുക്ക് ചെയ്തത് ഇപ്പൊ ഉള്ള റേറ്റിൽ തന്നെ പോവും. അതേപോലെ അതാണ് ഇപ്പൊ കുറച്ച് നമ്മളൊരു പാക്കേജ് ആണ് കൊണ്ടു നടക്കുന്നത്. അപ്പൊ ഇതുവരെയ്ക്ക് ബുക്ക് ചെയ്തവർക്ക് ആ പാക്കേജ് തന്നെ ആയിരിക്കും. അടുത്ത വർഷം നമുക്ക് അടുത്ത സെപ്റ്റംബറിലൊക്കെ വർക്ക് വന്നിട്ട് അതൊക്കെ ഈ ഒരു പാക്കേജിൽ തന്നെ ആയിരിക്കും പോവാ. ഒന്നും പേടിക്കണ്ട. ഡിസംബർ കഴിഞ്ഞിട്ട് ബുക്ക് ചെയ്യില്ലേ, ജനുവരി സ്റ്റാർട്ടിങ് തൊട്ട് നമ്മുടെ പാക്കേജ് മാറുകയാണ്. അവിടെ നിന്നാണ് പാക്കേജ് മാറുമ്പോൾ അവിടെ നിന്നാണ് ബുക്ക് ചെയ്തവർക്ക് വേറെ പാക്കേജ് ആയിരിക്കും. അതായത് ജനുവരി മുതൽ ഇനി ബുക്ക് ചെയ്യുമ്പോൾ വേറെ റേറ്റ് ആണ് ഉണ്ടാവുക. ഇപ്പോഴൊക്കെ റേറ്റ് ചോദിച്ചു പോയിട്ട് ബുക്ക് ചെയ്യാത്ത ആൾക്കാരില്ലേ, അവർക്ക് റേറ്റ് മാറിട്ട് ബുക്ക് ചെയ്തവർക്ക് ഈ റേറ്റ് തന്നെയാണ്. നമ്മൾ ബുക്ക് ചെയ്തവർക്ക് ഈ റേറ്റ് തന്നെ. ബുക്ക് ചെയ്യാതെ റേറ്റ് ചോദിച്ചു പോയിട്ട് കല്യാണം അടുക്കുന്നതോടുകൂടി ബുക്ക് ചെയ്യുക, അടുത്ത് നമ്മളെ പാക്കേജ് മാറുന്നതാണ്. ബുക്ക് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും നമുക്ക് മെസ്സേജിൽ നിന്ന് റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല. നമുക്ക് ഇതുവരെയ്ക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ പറയുന്നത്. കുറേ പേര് റേറ്റ് ചോദിച്ചു പോയവരുണ്ട്. അവർ ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലവർക്ക് ആ ടൈം ആകുമ്പോൾ ബുക്ക് ചെയ്യാൻ പോകണവരുണ്ട്. അപ്പോൾ അവർ ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആരും നമ്മൾ തല്ലി നിർബന്ധിക്കല്ല, ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഡിസംബറിൻ്റെ ഉള്ളിൽ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ പാക്കേജ് ആയിരിക്കും. ഇവിടെ നിന്ന് കടന്ന് ജനുവരിക്ക് കടന്ന് നമ്മൾ പാക്കേജ് മാറും. ബുക്ക് ചെയ്യാത്തവർക്കൊക്കെ റേറ്റ് മാറും. നമ്മൾ അവർ റേറ്റ് പറഞ്ഞവരുണ്ടാവും, റേറ്റ് പറയാത്തവരുണ്ടാവും. റേറ്റ് പറഞ്ഞവർക്ക് മാറും കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവർ ചോദിക്കും നിങ്ങൾ അന്ന് ഈ റേറ്റ് അല്ലല്ലോ പറഞ്ഞു ചോദിക്കും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴേ പറയുന്നത് ജനുവരി ആയിരിക്കും മാത്രമാണ് ഈ പാക്കേജ്. ഡിസംബർ ആയിരിക്കും. ജനുവരി തൊട്ട് നമ്മളെ പുതിയ പാക്കേജാണ്. ബുക്ക് ചെയ്തവർക്ക് ഒരു മാറ്റമില്ല, ഈ റേറ്റിൽ തന്നെയായിരിക്കും പോവുക. അത് നമ്മൾ പറഞ്ഞു പരിയൊക്കെ വെച്ചാൽ പാക്കേജ് വരെ ആ റേറ്റ് കൂടെ നമുക്ക് വരുമെന്നേക്കും ഇല്ല, അവർക്ക് ആ റേറ്റിൽ തന്നെയായിരിക്കും പോവുക. ബുക്ക് ചെയ്യാത്തവർക്ക് നമുക്ക് അഡ്വാൻസ് ഇടാത്തവർക്ക് മാത്രമാണ് പാക്കേജ് ചേഞ്ച് വരുന്നുള്ളൂ. എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രക്കുള്ള അതുവരെയും ബൈ. നാളെ പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.